ഹായ് ആമീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? 2025 തീരാറായല്ലേ? ഇനി ആകെ വിരലിലുണ്ടാവുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അസൻ ആർമി വളരെ മികച്ചൊരു വർഷം തന്നെയായിരുന്നു ഇത്. നിന്ന് തീരിയാ സമയം കിട്ടിയിരുന്നില്ല. അപ്ഡേറ്റോട് അപ്ഡേറ്റ്. ഈ വർഷം എന്തൊക്കെയാണ് ബാങ്താൻ യൂണിവേഴ്സിൽ നടന്നതെന്ന് ഞാൻ എണ്ണി പറഞ്ഞുതരാം. ബാ. ഓൾറെഡി ജിന്നേട്ടന് ഹോപ്പേട്ടന് മിലിറ്ററി സർവീസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. 2024 മുതൽ തന്നെ റൺജിൻ റിലീസ് ആവാറുണ്ടായിരുന്നു. അപ്പൊ 2025 തൊട്ട് ജിന്നേട്ടൻ ഓട്ടത്തിലായിരുന്നു. ഫെബ്രുവരിയിലായിരുന്നു നമ്മുടെ വീട് റേവ് പ്രൊജക്ട്. പിന്നെ ആ മാസം തന്നെയായിരുന്നു നമ്മുടെ കൂക്കിയുടെ ട്രെയിനിന്റെ മോളിൽ കൂടെയുള്ള നടത്തം വീണ്ടും വൈറലായത്. മറന്നോ? വേറൊന്നും വേണ്ട, ഫെബ്രുവരിക്ക് കൂക്കിനെ മാത്രം മതി. ആ മാസം ഫുള്ള് തന്നെയായിരുന്നു. തോണ്ടി വിടുന്ന എല്ലാ റീൽസിലും ഈ പാട്ടും കൂക്കിയും. ആർമീസും ഹേറ്റേഴ്സും എന്തിന് കണ്ട അണ്ടനോ അടകോടനും വരെ ആഘോഷിച്ചൊരു റീല്. നെക്സ്റ്റ് മാർച്ചിൽ ഈസ് ചൊറിച്ചിൽ എന്നല്ലേ, എക്സാം ടൈം. മാർച്ചിലായിരുന്നു നമ്മുടെ ഹോപ്പേട്ടന്റെ ആൽബം സ്വീറ്റ് ഡ്രീംസ് റിലീസായത്. പിന്നെ ഏപ്രിലായിരുന്നു ഹോപ്പേട്ടന്റെ വേൾഡ് ടൂർ. അണ്ണൻ ഇന്ന് തായ്വാനിലാണെങ്കിൽ നാളെ ജപ്പാനില്. ഈ സമയത്ത് ഷുഗേട്ടനെ കിട്ടിയെന്നും പറഞ്ഞ് ചില ഡാഡിലെസ് നാരികൾ ഫേക്ക് വീഡിയോ ഉണ്ടാക്കി ആൾക്കാരെ പറ്റിച്ചിരുന്നു. ഞാനും പറ്റിക്കപ്പെട്ടു. അതിന്റെ വിഷമം എനിക്ക് ഇന്നും ഉണ്ട്. ഏപ്രിലായിരുന്നു കോൾഡ് പ്ലേ കൺസേർട്ട് നടന്നത്. അതിന് നമ്മുടെ ജിന്നേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. മെയ്യിലായിരുന്നു ജിന്നേട്ടന്റെ എക്കോ ആൽബം റിലീസായത്. പിന്നെ ജൂൺ ആയിരുന്നു 2025 ഏറ്റവും നല്ല മാസം. ശാന്തിയുടെ, സമാധാനത്തിന്റെ, പച്ചപ്പിന്റെ മാസം. നമ്മുടെ ബോയ്സ് മിലിറ്ററിയിൽ നിന്ന് തിരിച്ചു വരുന്ന മാസം. അതുവരെ തലങ്ങും വിലങ്ങും നമുക്ക് അപ്ഡേറ്റ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നു. പ്രൊമോഷൻ ആവണേന്റെയും ഇടയ്ക്കിടയ്ക്ക് കൗണ്ട് ഡൗൺ ഇടാറുണ്ടായിരുന്നു. ലെറ്റേഴ്സും ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ജൂൺ 10 നമ്മുടെ ലീഡർ ജൂണും വിയും വന്നു. നമ്മുടെ ചെക്കന്മാരെ മിലിറ്ററി ഡിസ്ചാർജ് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിരാവിലെ 4 മണിക്ക് എണീറ്റ് എക്സാം ആയിട്ട് പോലും പഠിക്കാതെ ഞങ്ങൾ കുത്തിയിരുന്ന് ലൈവ് കണ്ടു. ഞാനും എന്റെ ഹാർട്ടളിയനും. 11 നമ്മുടെ ജിമിൻ ഷിയും കൂക്കിയും വന്നു. 21 ഷുഗേട്ടനും വന്നു. എല്ലാരും വന്ന അന്ന് തന്നെ വിവേഴ്സിൽ ലൈവ് വന്നു, ഷുഗേട്ടൻ ഒഴികെ. 2025 കാണാമെന്ന് പറഞ്ഞിട്ട് മിലിറ്ററിയിൽ ഡിസ്ചാർജ് ആവണ ദിവസം വരെ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരുന്ന നമ്മളാരായി? പറ്റിക്കപ്പെട്ടു സുഹൃത്തുക്കളെ. പക്ഷെ ജൂലൈ 1 ഒരു OT7 ലൈവ് വന്നു. എന്റെ സാറേ, മരുഭൂമിയിൽ ഒരു പെരുമഴ പെയ്തു സുഖം. 3 വർഷത്തിന് ശേഷം കിട്ടിയ ഒരു OT7 ലൈവ്. ഷുഗേട്ടൻ ഡിസ്ചാർജ് ആവണേന്റെ മുന്നേ ആയിരുന്നു ഹോപ്പേട്ടന്റെ കൺസേർട്ട് ഉണ്ടായിരുന്നത്. മെമ്പേഴ്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് നമുക്ക് ആദ്യമായിട്ട് 3 വർഷത്തിന് ശേഷം OT7 കാണാൻ പറ്റുന്നത്. അപ്പോഴേക്ക് ഹോപ്പേട്ടന്റെ കിലിനിറ്റുകൾ റിലീസായി. ഹോപ്പേട്ടൻ എല്ലാ കുൽസിതങ്ങളും പുറത്തു വന്ന മാസം. കിലിനിറ്റുകൾ ഇറങ്ങിയതോടെ അണ്ണം പിന്നെ തുണി എടുത്തിട്ടില്ല, ചൂടെടുത്തിട്ടായിരിക്കും. പിന്നെ ലോലാപ്പലൂസിയായി, ഡെയിലി ലൈവായി. പിന്നെ അണ്ണൻ ഇനിയൊരു തിരിച്ചുവരവില്ല ശശി എന്നും പറഞ്ഞ ഒരൊറ്റ പോക്കാ ടിക്ടോക്കിക്ക്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ടോ. ആ സമയത്താണ് ഹോപ്പേട്ട ഇന്ത്യയിലേക്ക് വരുന്നെന്നും പറഞ്ഞ് കുറെ ജഗബോഗ ഉണ്ടായിരുന്നത്. ഷുഗേട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ടീമിൽ ആർക്കും ബാസ്കറ്റ് ബോളിനെ കുറിച്ച് ഒരു തേങ്ങ അറിയില്ലാന്ന്. ഹോപ്പേട്ടൻ അവിടെയും പെട്ടു. NBA മാച്ചിന് പോയി. എന്റെ ഒറാങ്കൂട്ട മുത്തപ്പ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നല്ലേ ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. മൊത്തത്തിൽ പറഞ്ഞ ജൂലൈ അത് ഹോപ്പേട്ടന്റെ സ്വന്തം. പിന്നെ ആഗസ്റ്റ് വന്നു. ആഗസ്റ്റിൽ മൊത്തം ജിമ്മന്മാരുടെ ഒരു കളി തന്നെയായിരുന്നു. വിയേട്ടനും ജൂണേട്ടനും കൂക്കിമോനും മത്സരിച്ച് മസിൽ ഉരുട്ടി കയറ്റിയിരുന്നു. പിന്നെ വിയേട്ടൻ ഡോർജ സ്റ്റേഡിയത്തില് സെറിമോണിയൽ പിച്ച് എറിഞ്ഞത് ഓഗസ്റ്റിലായിരുന്നു. പിന്നെ ഒരുപാട് റൂമേഴ്സും കോൺട്രവേഴ്സീസും വന്നൊരു മാസം കൂടിയായിരുന്നു ഓഗസ്റ്റ്. ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഓഗസ്റ്റിൽ പിന്നെ ഒരു OT7 ലൈവ് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബീച്ചിൽ നിന്ന്. സെപ്റ്റംബറിലായിരുന്നു നമ്മുടെ ജൂണേട്ടൻ ലൈസൻസ് എടുക്കാൻ പോണ കാര്യം പുറത്തു വന്നത്. ആ മാസം തന്നെയായിരുന്നു നമ്മുടെ ലീഡർ ജൂണിന്റെ യൂറോപ്പ് ട്രിപ്പ്. നമ്മുടെ സുഗേട്ടൻ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങിയത് ഒക്ടോബറിലായിരുന്നു. പിന്നെ നവംബറാണ് സ്റ്റാറിഷ്. അതുവരെ വാസുണ്ണനെയും അണ്ണാണിനെയും കണ്ടോണ്ടിരുന്ന നമുക്ക് പുതിയൊരു ഗെയിമറേയും കൂടി കിട്ടിയ മാസം. എമർജൻസ് ഓഫ് ഗെയിമർ ജങ്കുക്ക്. കഞ്ചോ ഹണ്ടിങ്ങും ഗെയിമിംഗ് സീരീസും ഒക്കെ ആയിട്ട് ഒരു മാസം എങ്ങോട്ടാ പോയതൊന്നും പോലും കണ്ടില്ല. പിന്നെ ഡിസംബറായി. ആരീശ്വർ സീസൺ 2 റിലീസായി. വിയേട്ടന്റെ ഹവായി ട്രിപ്പ്, OT7 ലൈവ്, ജൂണേട്ടന് ലൈസൻസ് കിട്ടി, മുംബൈയിൽ നടക്കുന്ന ഗോൾഡന്റെ എക്സിബിഷൻ, അങ്ങനെ എത്രയോ സംഭവ വികാസങ്ങൾ. ഇതിന്റെ ഇടയിൽ കുറെ ലൈവ്, ഫോട്ടോഷൂട്ട്, അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ബിസി ഇയർ നമുക്കും അവർക്കും. ഈ വർഷം മൊത്തത്തിലൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിലെ മീഡിയാസിനെ പറ്റി എനിക്ക് പറയാതിരിക്കാനാവില്ല. അത്രയ്ക്ക് നല്ല കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ആർമിയിലോട്ട് പോകുമ്പോൾ BTS ഡിസ്ബാൻഡ് ആകുന്നു, ഇനിയൊരു മടങ്ങി വരവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ അവരെന്നെ മനോരമ, മാതൃഭൂമി, സി മലയാളം, മീഡിയ വൺ, ഡൂൾ ന്യൂസ് തുടങ്ങി പല മീഡിയാസും ശരിക്കും മുതലെടുത്തു ഈ വർഷം. BTSന്റെ കാര്യത്തിൽ ഇതുവരെ ആരും കാണിക്കാത്ത പല ശുഷ്കാന്തിയും കേരളത്തിലെ മീഡിയാസ് കാണിച്ചുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി പല ജേർണലിസ്റ്റിക് അതിർവരമ്പുകളും തകിടം മറിച്ചുകൊണ്ട് തട്ടകത്തിലേക്ക് നമ്മുടെ ചെക്കന്മാരെ കൊണ്ടുവന്ന വർഷം. മിലിറ്ററിക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ BTSന്റെ ഓരോ നീക്കങ്ങളും നേട്ടങ്ങളും അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ആസ് എ മീഡിയ പേഴ്സൺ ഞാനിത് അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ടായിരുന്നു. ഓഫീസിൽ എന്നിട്ട് 5-6 പത്രങ്ങളൊക്കെ ഞാൻ ഒരുമിച്ചെടുത്ത് നോക്കിയിട്ടുണ്ട്. ഇന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട്. ആർമി എവരിവെയർ എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ എല്ലാ മീഡിയയിലും ഒരു ആർമി ഉണ്ടാവും.
അത് 100% ഉറപ്പാണ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, വിയേട്ടന്റെ ഊക്കൽ ഇറയായിരുന്നു 2025. എങ്ങനൊക്കെ നമ്മൾ ആർമീസിനെ ഊക്കാം എന്ന് നോക്കി നടക്കുമായിരുന്നു നമ്മുടെ കുൽസിതം സ്റ്റാർ. ഊക്കറ്റ് പീക്ക് എന്നൊക്കെ പറയില്ലേ, അതന്നെ. പേഴ്സണലി എനിക്ക് കുറെ നല്ല കാര്യങ്ങൾ സംഭവിച്ചൊരു വർഷം കൂടിയായിരുന്നു. കരിയർ ആയാലും ഫ്രണ്ട്സിന്റെ കാര്യത്തിലായാലും പേഴ്സണൽ ഗ്രോത്ത് ആയാലും എല്ലാം കൊണ്ട് മെച്ചം. പക്ഷെ പട്ടിപ്പണിയായിരുന്നു. എന്തിനേറെ എനിക്ക് നിങ്ങളെ വരെ കിട്ടിയില്ലേ. എനിവേ, എനിക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നുമില്ല, ഇങ്ങനെ അങ്ങോട്ട് പോകണം, അതന്നെ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻസ്, ന്യൂ ഇയർ റെസൊല്യൂഷൻസ്? പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.